ക്രിസംഗികൾക്ക് സംഘികൾ ഒരു സമ്മാനം നൽകിയിട്ടുണ്ട്. രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചോളൂ. ഒന്നുമില്ലെങ്കിലും BJPയെ വെസ്റ്റ് ബംഗാളിൽ വിജയിപ്പിച്ചതല്ലേ. നമുക്ക് ആ വീഡിയോ കാണാം. അതിനുശേഷം മുഹറം ദിവസത്തിൽ മുസ്ലിം കുട്ടികളെ കൊണ്ട് പാകിസ്ഥാൻ ജിന്ദാബ എന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കേസ് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് ഓഫീസർ അതിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നമുക്കത് പരിശോധിക്കാം. അതിനു മുൻപായി ക്രിസംഗികൾക്ക് സംഘികൾ കൊടുത്തിട്ടുള്ള ആ സമ്മാനം കാണണ്ടേ, കണ്ടോളൂ. കിട്ടിയല്ലോ, കിട്ടിയത് വാങ്ങിച്ച് മൂലക്ക് അങ്ങ് ഇരുന്നോളൂ. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മെമ്പർ ഓഫ് ഹിന്ദു നാഷണലിസ്റ്റ് ഓർഗനൈസേഷൻ വിശ്വ ഹിന്ദു പരിഷത്ത് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് പ്രയർ നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു റെയ്ഡ് നടത്തിയതാണ്. റെയ്ഡ് നടത്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവിടെയുള്ള ആളുകളെ തല്ലി, എന്നിട്ട് ഇവരെ പോലീസിന് ഏൽപ്പിച്ചു. അതായത് ഫോഴ്സ്ഫുൾ, അതായത് റിലീജിയസ് കൺവേർഷൻ അവിടെ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം 20 മുതൽ 25 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ VHPന്റെ. അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുന്നതാണ്, അവിടെ ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആണ് നടക്കുന്നത് അല്ല ഫോഴ്സ്ഫുൾ കൺവേർഷൻ അല്ല നടക്കുന്നത് എന്ന് തീരുമാനിക്കാൻ ഇവരാരാണ്? ഇവർക്ക് എന്ത് അതോറിറ്റിയാണ് അവിടെ ഉള്ളത്? ഇപ്പോൾ ഞാൻ മറ്റൊരു മതത്തിലേക്ക് മാറാൻ പോകുന്നു. ഞാൻ ഫോഴ്സ്ഫുൾ ആയിട്ടാണോ മാറുന്നത് അല്ല എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ മാറുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ VHPയോ അല്ലെങ്കിൽ മറ്റു റിലീജിയസ് ഓർഗനൈസേഷൻ അല്ല. എന്റെ തീരുമാനമാണ്. ഞാൻ വേണമെങ്കിൽ മറ്റൊരു മതത്തിലേക്ക് മാറും. അതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, എന്നെ ഫോഴ്സ്ഫുൾ ആയിട്ട് ആരെങ്കിലും മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് VHP അല്ല. ശരിയല്ലേ? ഇനി ഫോഴ്സ്ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഇവർ കാണിക്കുന്നുണ്ടോ ഏതെങ്കിലും കേസിൽ? ഏകദേശം 2 വർഷമായി ഇവർ ഇതുപോലെ ക്രിസ്ത്യൻസിന്റെ പള്ളികളിലും അല്ലെങ്കിൽ പ്രയർ റൂമിലൊക്കെ പോയിട്ട് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു തെളിവുകൾ, അധിക കേസിലും വിട്ടയക്കലാണ് പതിവ്. കാരണം ഇവർ കയറി അടിക്കും, പിന്നീട് പോലീസ് പിടിച്ചുകൊണ്ട് പോകും, തെളിവുകളൊന്നുമില്ല, വെറുതെ വിടും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തെളിവ് പക്ഷെ ഞാൻ കാണിച്ചു തരാം, ഒരു തെളിവ് കണ്ടോളൂ. तो मैं कह रहा हूं, 2 पे कम से कम 10 मुसलमान लड़की लाओ और उसको हिंदू। कितने नौजवान तैयार है, जरा हाथ उठाओ। अरे ये बिया किए हो रुका नहीं। 2 पे 10 से कम मंजूर नहीं है। शादी हम कराएंगे और ये घोषित करते हैं। ഇയാൾ പറയുന്നത് കേട്ടില്ലേ? ഇയാൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ 2 പേരും ഒരു 10 മുസ്ലിം പെൺകുട്ടികൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ജോലി, അതായത് ജീവിക്കാനുള്ള ജോലി ഞങ്ങൾ നൽകിത്തരാം, അതുപോലെ കല്യാണവും ഞങ്ങൾ നടത്തിത്തരാം എന്നാണ് ഇയാൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പബ്ലിക്കായിട്ട് മനസ്സിലാക്കണം, പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ ഒരാളെ റിലീജിയൻ മാറ്റാൻ വേണ്ടിയിട്ട് പണം നൽകില്ലേ? വേറെയും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് പബ്ലിക്ലി ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്, അതായത് 11,000 രൂപ തരാം, അതായത് മതം മാറിയാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദു ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11,000 രൂപ തരാം, അല്ലെങ്കിൽ 21,000 രൂപ തരാം. അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്ലി പറയുമ്പോൾ ഇവർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു മുസ്ലിമിനെ ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെ ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പണം നൽകുന്നുണ്ടാവില്ലേ? ആരും അറിയാതെ നൽകുന്നുണ്ടാവില്ല. കാരണം പബ്ലിക്ലി ഇതുപോലെയുള്ള വിളിച്ചു പറയുമ്പോൾ ഇവർ പബ്ലിക് അല്ലാതെ ഇതൊക്കെ നൽകുന്നുണ്ടാവില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഫോഴ്സ്ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? എന്നാലോ കുറ്റം മുഴുവനും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും. ക്രിസ്ത്യൻസ് ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നു, മുസ്ലിങ്ങൾ പണം കൊടുത്തിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. ഇതിനൊക്കെ തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ആകെ ഉള്ളത് ഇവർ കുറച്ച് സിനിമാസ് എന്ത് ചെയ്യും, അങ്ങ് പടച്ചേർക്കും പ്രൊപ്പഗണ്ട വെച്ചിട്ട്. ആ മൂവീസ് അല്ലാതെ ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഒരു തെളിവ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാളത്തെ വീഡിയോ ആ വിഷയത്തെ കുറിച്ചായിരിക്കും. ഇനി നമുക്ക് മുഹറം ദിവസത്തിൽ ഒരു പാകിസ്ഥാൻ ജിന്ദാബ എന്ന് വിളിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു പോലീസ്. ഓക്കെ, കുട്ടികളെ കൊണ്ടാണ് വിളിപ്പിച്ചിട്ടുള്ളത്, അതിന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞപ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. दिनांक 21/6/2026 को ग्राम खाईखेड़ा थाना हाफिजगंज जिला बरेली में मुहर्रम के जुलूस में लगे पाकिस्तान जिंदाबाद के नारे संबंधी सोशल मीडिया प्लेटफॉर्म एक्स पर हुए ट्वीट की जांच में
दो व्यक्ति योगेंद्र पाल सनाफ झम्मन सिंह व भुवनेश कुमार सनाफ तेजपाल सिंह के द्वारा गलत नियत से एक बच्चे से उक्त कथन करवाकर शरारत किया जाना प्रकाश में आया है, जिसके क्रम में अभियुक्त को हिरासत में लेकर सुसंगत धाराओं में अभियोग पंजीकृत कर आवश्यक विधिक कार्यवाही की जा रही है। ഇവിടെ ഈ പോലീസ് ഓഫീസർ പറയുന്നത് ഖൈറാബാദ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മുഹറത്തിന്റെ അന്ന് ഒരു റാലി നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് പാകിസ്ഥാൻ ജിന്ദാബ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് ട്വിറ്ററിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അനുബന്ധിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് ഇൻഡിവിജ്വൽസിനെ പോലീസ് പൊക്കിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒന്ന് യോഗേന്ദ്ര പാൽ, ഓക്കെ, രണ്ടാമത്തേത് ഭുവനേഷ് കുമാർ. ഈ രണ്ടു പേരെയാണ് എന്താ ഇന്റൻഷനലി മെയ്ഡ് ചൈൽഡ് റിപ്പീറ്റഡ് അതായത് ഈ ഒരു കാര്യം കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റഡ്ലി ചൊല്ലിക്കുകയായിരുന്നു. അതായത് പാകിസ്ഥാൻ ജിന്ദാബ എന്നൊരു സംഭവം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റൻഷനലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിളിപ്പിക്കുകയായിരുന്നു ഈ രണ്ടു പേർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് ചെയ്തിട്ടുള്ളത് ഈ രണ്ടു പേരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലീഗൽ ആക്ഷൻസ് എന്തൊക്കെയാണ് അതിനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെസസറി ആക്ഷൻസ് ഒക്കെ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എടുക്കുമോ ഇല്ലയോ, അത് എത്രത്തോളം എടുക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഇങ്ങനെയുള്ള അധിക കേസസിലും പോലീസ് പൊക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ട് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, വെറുതെ വിടലാണ് പതിവ്. ഇനി നമുക്ക് ഒരു വീഡിയോയും കൂടി കാണാം. समीर, तू लेडीज सामान बेच रहा है, तेरे घर में माँ बहन तो होगी, तो लेडीज को लाके खड़ा करा करें, ठीक है। अगली हाथ को अगर तू आएगा ना तो यहाँ अपने बगल में लेडीज खड़ा करिए, ठीक है। हमारी हिंदू बहन बेटी आती है, तुम दुनिया भर के सवाल भी करते हो, सब कुछ होता है। अगर तुझे यहाँ सामान बेचना तो लेडीज को लाकर खड़ा करिए, वो सवाल जवाब करेगी, वो बात करेगी लेडीज, ठीक है। सुन ले, बिल्कुल बर्दाश्त नहीं करूंगा। दुकान कौन सी है? तेरी दुकान कौन सी दुकान है? ये देवभूमि है, क्या बेच रहा है महिला तेरी? तो चेतावनी है, बोल के भी आई है, अगर लेडीज सामान बेचोगे तो अपनी साथ लेडीज खड़ी करोगे। इनके यहाँ तुम चल जाओ, ज्वालापुर में तुम दुकान नहीं लगा सकते है। देवभूमि IDPL में उत्तराखंड में आकर दुकान लगा रहे हैं, जिहाद फैला रहे हैं, फूड जिहाद ये चला रहे हैं, खाने में थूक के ये खिला रहे हैं, सब कुछ कर रहे हैं। तो इन जिहादियों को चेतावनी है, अगली बार से आएंगे तो अपने साथ एक लेडीज को खड़ा करेंगे। ഈ ചില മുസ്ലിം ഉസ്താദുമാർ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചില സംഘികൾ പറയാറുണ്ട് ഇവർ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന്. അത് തന്നെയാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. ഇവരൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇത് ഉത്തരാഖണ്ഡിൽ നിന്നുള്ളതാണ്. ഇത് സംഭവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ആദ്യം പോയിട്ട് എന്ത് ചെയ്തു, ഒരു ഷോപ്പ് കീപ്പറിനെ കണ്ടു. അയാൾ ഒരു മുസ്ലിം ഷോപ്പ് കീപ്പറാണ്. അപ്പൊ അയാളോട് പറഞ്ഞു, നിങ്ങൾ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ വസ്ത്രമാണ് വിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സ്റ്റാഫ് വേണം. അതായത് നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ അനിയത്തിമാരോ ഏട്ടത്തിമാരോ ആരെങ്കിലും ആവട്ടെ വീട്ടിലുണ്ടോ അവരെ കൊണ്ടുവരണം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇത് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫീമെയിൽ സ്റ്റാഫ് വേണം. കാരണം നമ്മുടെ ഹിന്ദു സിസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ ഷോപ്പിൽ വരുന്നുണ്ട്. അപ്പൊ അവരോട് സംസാരിക്കാനും ആൻസർ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യണം, ഒരു ഫീമെയിൽ, ഒരു എന്താ പറയാ ഫീമെയിൽ സ്റ്റാഫ് അവിടെ വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സ്ഥലത്ത് പോയിട്ടും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് വാണിംഗ് തന്നാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ കിടക്കില്ല, അടിച്ച് പൊളിക്കും എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതും മുസ്ലിം വെണ്ടർ തന്നെയാണ്. ഓക്കെ, അവസാനം ക്യാമറയിൽ വന്നിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വാണിംഗ്, ഇത് ഫൈനൽ വാണിംഗ് ആണ്, അവസാന താക്കീതാണ്. ഇനി ഇവിടെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ, സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ആ സ്റ്റാളിൽ എന്ത് ചെയ്യണം, ഒരു വുമൺ, പെൺകുട്ടി, ഒരു ലേഡി എന്ത് ചെയ്യണം, അവിടെ പെൺകുട്ടിയല്ല ലേഡി, ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരിക്കണം. ഇതൊരു ദൈവഭൂമിയാണ് ഉത്തരാഖണ്ഡ്. അവിടെ വന്നിട്ടാണ് ഇവർ ഇങ്ങനെ എന്താ ഷോപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഷോപ്പ് വെച്ചിട്ട് അവർ ജിഹാദ് ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സ്യൂട്ട് ജിഹാദ് എന്നാണ് പറഞ്ഞത്. പുതിയ ജിഹാദ് ഒക്കെ പുറത്തേക്ക് വരുന്നത് സ്യൂട്ട് ജിഹാദ്, അതുപോലെ സ്പിറ്റിംഗ് ഇൻ ഫുഡ്, അതായത് ഫുഡിൽ ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞൊരു ജിഹാദ് ഉണ്ടല്ലോ, ഫുഡ് ജിഹാദ്, ഹലാൽ ജിഹാദ്, ഹലാൽ ഹലാൽ ഓക്കെ ഹലാൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ വന്നിട്ട് ചെയ്യുന്നു എന്നൊക്കെയാ പറഞ്ഞത്. അപ്പം ഒരു സ്ട്രിക്റ്റ് വാണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ജിഹാദികൾക്ക്. എന്ത്, ഇവിടെ ഇനി വരുമ്പോൾ എന്ത് ചെയ്യണം, ഫീമെയിൽ സ്റ്റാഫ് വേണം എന്നൊരു കാര്യമാണ് ഈ മെമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു രക്ഷാദാളുടെ ആളുകളാണ് എന്നാണ് ന്യൂസസിൽ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരാണ് ഇങ്ങനെയുള്ള ഒരു താക്കീതുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതായത് മുസ്ലിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോപ്പ് തുടങ്ങാൻ പറ്റില്ല. ഇനി ഷോപ്പ് ഉണ്ടെങ്കിൽ ഫീമെയിലിന്റെ ഇത് വിൽക്കാൻ പറ്റില്ല. ഇനി ഫീമെയിലിന്റെ വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഫീമെയിൽ സ്റ്റാഫ് വേണം. പുതിയ പുതിയ ഓരോ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. എന്നാൽ ഇവർക്ക് എന്ത് അതോറിറ്റിയാണ് ഇങ്ങനെ പോയി സംസാരിക്കാനുള്ളത്? ഇല്ല. ഇനി ഇവരുടെ പേരിൽ കേസ് എടുക്കുമോ? ഇല്ല. കംപ്ലൈന്റ് കൊടുത്തതിനെ കേസ് എടുക്കുമോ? അതുമില്ല.
ഒരു തരത്തിലും കേസ് കൊടുക്കില്ല, ഒന്നുമില്ല. ഇവരിങ്ങനെ അയച്ചു വിട്ടിരിക്കുകയാണ്. അതായത് എന്തും ചെയ്യാനുള്ള അധികാരം ഇവർക്ക് നൽകിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കില്ല, ആരും ചോദ്യം ചെയ്യില്ല എന്ന്. കാരണം ഇതിൽ ഒന്നോ രണ്ടിലോ മര്യാദയ്ക്ക് കേസെടുത്തിട്ട് ഇവരുടെ പേരിൽ കർശന നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാര് ഇങ്ങനെ ഇറങ്ങി വരില്ല. പക്ഷെ ഇത് എടുക്കാത്തത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ വന്നിട്ടുള്ളത്. അതായത് നമ്മളെ ഭരിക്കുന്ന ആളുകൾ പറയാതെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണ് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ, നിങ്ങൾ ആരും തൊടില്ല എന്ന്. അതിന്റെ ഒരു അഹങ്കാരം, ആ ഒറ്റ ഒരു കാര്യത്തിലാണ് ഇവരിപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും കയറി ഓൾറെഡി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരുപാട് ചേർച്ചസിൽ ഏകദേശം 2 വർഷമായി. ഇതിനു മുൻപ് അതായത് ഒരു 5-6 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുസ്ലിങ്ങളുടെ മേത്തായിരുന്നു ഇവർ കയറിക്കൊണ്ടിരുന്നത്. അതായത് പള്ളിക്ക് നേരെ പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുക, ആളുകൾ തൊപ്പിയിട്ടിട്ട് പോകുമ്പം അവരെ ജയശ്രീരാമ വിളിക്കുക, അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഒരു 2 വർഷമായി ഇപ്പോൾ ക്രിസ്ത്യൻസിന്റെ മേലേക്കും കയറിയിട്ടുണ്ട്. ഇനി കുറച്ചു കഴിഞ്ഞാൽ ഹിന്ദുസിന്റെ മേലെ തന്നെ ഇവർ കയറാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ന്യൂ ഇന്ത്യ, ഇതാണ് ന്യൂ ഇന്ത്യ.